കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കിയത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് മപ്പാസ് ആട്ടോ. ഫിഷ് മപ്പാസ് എന്ന് പറയുമ്പോൾ നമുക്ക് കോട്ടയം സൈഡിലുള്ളൊരു കറിയാണെന്നാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. പിന്നെ തൃശ്ശൂർ സ്റ്റൈലിലും ഒരു ഫിഷ് മപ്പാസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. സാധാരണ കരിമീൻ മപ്പാസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ മപ്പാസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കരിമീൻ മാത്രമല്ല, തിലാപ്പിയ, അതുപോലെ ആവോലി, ചാള, ഇല അതൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് തൃശ്ശൂർ സ്റ്റൈലില് ഞാൻ ഉണ്ടാക്കുന്ന ഫിഷ് മപ്പാസിന്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫിഷ് മപ്പാസ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1/2 കിലോ കറുത്ത ആവോലി. അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് 1 മണിക്കൂർ മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള നന്നായി നൈസായിട്ട് അരിഞ്ഞതാണ്, നീളത്തിൽ 6 പച്ചമുളക് അത് ഇങ്ങനെ സ്ലിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നടു സ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു വലിയ തക്കാളി, അതൊരു മീഡിയം പഴുപ്പുള്ള തക്കാളി എടുക്കണം, നല്ല പഴുത്തത് വേണ്ട, ഒരു മീഡിയം വേണ്ട. ഈ ഒരു കളറിലുള്ള തക്കാളി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 3 കഷ്ണം ഇങ്ങനെ വേണ്ട കുടംപുളി. സാധാരണ കുടംപുളി മറ്റേ കോട്ടയം സ്റ്റൈല് ഇതിലൊന്നും ഇടാറില്ല കേട്ടോ, പക്ഷെ നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിൽ നമ്മൾ കുടംപുളി ഇട്ടിട്ടാണ് വെക്കുന്നത്. പിന്നെ മസാല, ഒരു ചെറിയ കഷ്ണം പട്ട, 2 കറിയാമ്പൂ, 2 ഏലക്കായ, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചത്, വലിയ തുടം വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരപ്പാല്, അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഒരു നാളികേരത്തിൻ്റെ പാല്, ഒരു മീഡിയം സൈസിലുള്ള ഒരു നാളികേരത്തിൻ്റെ പാല്, ഒരു 4 കപ്പ് തിന്നായിട്ടുള്ള കോക്കനട്ട് മിൽക്കും തിക്കായിട്ടുള്ള ക്രീമും ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, 1-ാം പാലിൽ. നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് ഒരുപാട് ഫ്രൈ ആക്കി എടുക്കും വേണ്ട, കുറച്ച് ഒരു സെമി ഒരു സ്റ്റേജിൽ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് അപ്പോൾ നമുക്ക് ഓരോ മീനായിട്ട് വറുത്ത് കോരാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജ് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. എന്ന് വെച്ചാൽ എണ്ണ ഇതിപ്പോൾ ഞാൻ എന്താ വറുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മസാലയിലൊക്കെ ചേർക്കുമ്പോൾ ആ ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം പോയിട്ടുണ്ടാവുമല്ലോ, ചെറുതായിട്ട് വറുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ആ മസാല ഇതിൻ്റെ ഉള്ളിൽ കയറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ചിലവർ അത് ഒഴിവാക്കണമെന്നുണ്ട് ഫിഷ് മപ്പാസ് ഉണ്ടാക്കുമ്പോൾ. എണ്ണ കുറവ് ഉപയോഗിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ആ രീതിയിൽ നേരിട്ട് തന്നെ മസാലയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഒരു സൈഡ് മൊരിഞ്ഞു, 1 മിനിറ്റൊക്കെ മൊരിച്ചാൽ മതി കേട്ടോ. ചിലവർ നമ്മൾ ഈ ഫിഷ് മപ്പാസ് എന്ന് പറയുമ്പോൾ കരിമീൻ മപ്പാസൊക്കെയല്ല കൂടുതൽ കാണാറ്. അപ്പോൾ അത് മുഴുവനോടെ നമ്മൾ കാണാം, മുഴുവൻ മീനായിട്ടൊക്കെ. പക്ഷേ നമുക്ക് മുഴുവൻ മീനൊന്നും നിർബന്ധമൊന്നുമില്ല, നമുക്കിങ്ങനെ കഷ്ണങ്ങളായിട്ടായാലും ടേസ്റ്റ് കൂടുക ചെയ്യുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല, നമുക്കിങ്ങനെ പീസുകൾ കിട്ടിയാലും ഫിഷ് മപ്പാസൊക്കെ ഉണ്ടാക്കി നോക്കാം. മീൻ പകുതി വറവായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വറുത്ത എണ്ണ ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ എണ്ണ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പാചകം ചെയ്യാം. അപ്പോൾ ഇതൊരു ചട്ടി, നമ്മൾ അന്ന് ഓണത്തിൻ്റെ ഇടയ്ക്ക് വാങ്ങിച്ച ചട്ടി കേട്ടോ, പുതിയ ചട്ടി ആദ്യമായിട്ട് ഉപയോഗിക്കണം. ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് സവാള, പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി കൂടുതൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ആ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ മീൻ കറിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഈ കറിയിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് പൊന്തി നിൽക്കും, ഒരു പ്രത്യേക സ്മെല്ല് ഉണ്ടാവും വെളുത്തുള്ളിയിൽ. അപ്പോൾ ഈ സവാള ഒരു പകുതിയൊക്കെ വഴന്നാൽ മതി കേട്ടോ, ബ്രൗൺ കളറൊന്നും ആവണ്ട. അപ്പോൾ നമുക്ക് ആ സ്റ്റേജിൽ നമ്മൾ കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മസാല ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അവസാനം ആഡ് ചെയ്താലും മതി. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തക്കാളി എടുത്ത് വെച്ചത്,
തക്കാളിയും അതുപോലെ ഒരു പകുതി കുക്ക് ചെയ്യാൻ മതി, ഫുൾ എണ്ണ തെളിഞ്ഞ് വരുന്നു വേണ്ട. അപ്പോൾ തക്കാളി ഒരു പകുതി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, അര ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. വെച്ചിങ്ങനെ കുരുമുളക് പൊടി. അപ്പോൾ ഈ മുളക് പൊടി നമ്മൾ 1/2 ടീസ്പൂൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിനും കൂടുതലായിട്ട് കുരുമുളക് പൊടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്താലും മതി. അപ്പോൾ എന്നാലും ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ആ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കുടപ്പുളി 3 കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ പച്ചമുളക് പോയിൻ്റെ മസാലകൾ ഇട്ടതിൻ്റെ ഇത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2ാം പാൽ അത് ആഡ് ചെയ്യാം. തിളച്ച് വന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം. അപ്പോൾ നാളിൽ പല വെച്ചത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പതുക്കെ മീൻ കഷ്ണങ്ങൾ ബാക്കിയിടാം. അപ്പോൾ ഇതൊരു പകുതി വെന്തതാണ്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇതിൽ കിടന്ന് തിളച്ചാൽ മതി. രണ്ട് 3 മിനിറ്റ് തിളച്ചു. അപ്പോൾ ബാക്കിയുള്ള വേവും കൂടി ആയിട്ടുണ്ട് കേട്ടോ മീനിൻ്റെ. ശരിക്കും മീൻ വറുത്ത് ഉള്ള മീനായതുകൊണ്ട് ഈ നാളികേര പാലൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സെമി ആ ഒരു ഗ്രേവി ആയിട്ട് വരും. കുഴമ്പ് പരുവത്തിലാണ് വരിക. പക്ഷെ നമുക്ക് കുറച്ച് കറീനെ ഉപയോഗിച്ച് ചോറൊക്കെ ഉണ്ടാകാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1ാം പാല് അപ്പോൾ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി ഫിഷ് മപ്പാസ് റെഡി ആയി കഴിഞ്ഞു. ഇത് കുറച്ച് നേരം വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇത്തിരി കൂടി തിക്കായിട്ട് വരും കേട്ടോ ഗ്രേവി. അപ്പോൾ നമ്മുടെ അടിപൊളി തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഫിഷ് മപ്പാസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഏത് മീൻ കൈ കിട്ടിയാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. കരിമീൻ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ ഒപ്പമാണ് നമ്മളിവിടെ കൂടുതൽ ഉപയോഗിക്കാറ്. എന്ന് വെച്ചാൽ അത്യാവശ്യം ആ കുരുമുളകിൻ്റെ എരിവും ഇതൊക്കെ ഉണ്ട്. പിന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം. പുട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് മീൻ കറി എന്തായാലും യോജിക്കുന്ന അറിയാലോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക ഫിഷ് കൈ കിട്ടുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത തവണ ഒരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരും. ബൈ.